മാന്നാർ കലാകൊലപാതക കേസിലെ ഒന്നാം പ്രതി കലയുടെ ഭർത്താവ് അനിലിനെ നാട്ടിലെത്തിക്കാൻ പോലീസ് ഇന്റർപോളിന്റെ സഹായം തേടും. കലയെ കൊന്ന സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചുമൂടാൻ കൂടുതൽ പേരുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ നിഗമനം. ദൃശ്യം മോഡലിൽ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് അനിൽ മാറ്റിയതായി സംശയിക്കുന്നതിനാൽ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന നടത്തും. മാന്നാർ എരമത്തൂർ സ്വദേശിനിയായ കല കൊല്ലപ്പെട്ടെന്ന യാഥാർത്ഥ്യത്തിൽ ആർക്കും രണ്ടഭിപ്രായമില്ല. പക്ഷേ എങ്ങനെ, എവിടെ വെച്ച്, എപ്പോൾ? മൃതദേഹം എവിടെ മറവു ചെയ്തു? സെപ്റ്റിക് ടാങ്കിലാണ് ഉപേക്ഷിച്ചതെന്നാണ് കസ്റ്റഡിയിലുള്ള ജിനുവിന്റെ മൊഴി. പക്ഷേ കഴിഞ്ഞ ദിവസം വിശദമായ പരിശോധന നടത്തിയെങ്കിലും മനുഷ്യവിസർജ്യത്തിൽ നിന്ന് മൃതദേഹത്തിന്റെ കാര്യമായ അവശിഷ്ടങ്ങൾ ഒന്നും ലഭിച്ചില്ല. പിന്നിൽ രണ്ടു കാരണങ്ങളുണ്ട്. ഒന്നുകിൽ രാസമാലിന്യം പലതവണയായി ടാങ്കിലേക്ക് ഒഴിച്ച് മൃതദേഹം കരിച്ചു കളഞ്ഞിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുപ്രതികൾ അറിയാതെ അനിൽ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാറ്റിയിട്ടുണ്ടാകും. അക്കാലത്ത് മേസ്തരിപ്പണി ചെയ്തിരുന്ന അനിലിന് മൃതദേഹം മറവ് ചെയ്യാൻ മറ്റാരുടെയും സഹായം ആവശ്യമില്ല. ഇക്കാര്യത്തിൽ വ്യക്തത വരണമെങ്കിൽ അനിൽകുമാറിനെ ചോദ്യം ചെയ്യണം. ഇസ്രയേലിലുള്ള ഒന്നാം പ്രതിയെ നാട്ടിലെത്തിക്കാനായി ദേശീയ ഏജൻസികളുടെ സഹായം തേടും. ഇതിന് കുറച്ചധികം നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇതിന് കുറച്ചധികം സമയമെടുക്കും. അതുകൊണ്ട് അനിലിനെ സ്വന്തം നിലയിൽ നാട്ടിലെത്തിക്കാനും നീക്കമുണ്ട്. കലയെ കൊന്ന് ആറ്റിൽ തള്ളാൻ വേണ്ടിയാണ് കൃത്യത്തിന് വലിയ പെരുമ്പുഴ പാലം തിരഞ്ഞെടുത്തത്. പക്ഷേ സാഹചര്യം അനുകൂലമായിരുന്നില്ല. എന്നാൽ സെപ്റ്റിക് ടാങ്കിൽ മറവ് ചെയ്ത മൃതദേഹം മറ്റാരും അറിയാതെ കഷ്ണങ്ങളാക്കി ആറ്റിൽ തള്ളിയോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം വീടിന്റെ പരിസരത്ത് ഭൂമിക്കടിയിൽ മറ്റേതെങ്കിലും നിർമ്മാണങ്ങളുണ്ടോ എന്നും പരിശോധിക്കും. കോടതി ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട പ്രതികൾ മാന്നാർ സ്റ്റേഷനിലാണുള്ളത്. കേസന്വേഷണത്തിൽ മികവ് തെളിയിച്ച ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ജിനു, സോമരാജൻ, പ്രമോദ് എന്നിവരെ ചോദ്യം ചെയ്തു. ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം വിപുലീകരിച്ചു. 21 പേരാണ് സംഘത്തിലുള്ളത്. കഴിഞ്ഞ ദിവസം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കണ്ടെത്തിയ വസ്തുക്കൾ കോടതിയിൽ സമർപ്പിച്ചു. ഇവ കോടതിയുടെ അനുമതിയോടെ അധികം വൈകാതെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ഫലം ലഭിക്കാൻ 1 മാസമെങ്കിലും കാത്തിരിക്കണം. അവശിഷ്ടങ്ങൾ കലയുടേതാണെന്ന് പരിശോധനയിൽ തെളിഞ്ഞാൽ അന്വേഷണ സംഘത്തിന് ആശ്വസിക്കാം. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.